ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് നന്ദ. പിങ്കി ഇങ്ങനെയൊരു ചതി കാണിക്കുമെന്നും താൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന നന്ദ ഒടുവിൽ പിങ്കിയെ അംഗീകരിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഈ കാര്യം വീട്ടിലുള്ളവർ അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകട്ടെ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വെറുതെ ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യവും ഇല്ല എന്നും അതുകൊണ്ട് തന്നെ നമ്മൾ ഇതെല്ലാം മറന്നുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വേണ്ടത് എന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ പിങ്കി തിരികെ വീട്ടിലേക്ക് എത്തിയതിനെ തുടർന്ന് നന്ദ തൻ്റെ കുഞ്ഞ് പിങ്കിയുടെ വയറ്റിലുണ്ട് എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇതൊന്നും തനിക്കത്ര ഇഷ്ടമാകുന്നില്ല എന്ന് വ്യക്തമാക്കുകയാണ് പിങ്കി. നന്ദ തന്നെ തൊടുന്നതോ തൻ്റെ അടുത്തേക്ക് വരുന്നതോ തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്നും കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഡീലെന്നും അതിൽ ഗൗതം മാത്രമാണ് ഉള്ളത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഗൗതമിന് തൻ്റെ അടുത്തേക്ക് വരുന്നതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നും പക്ഷേ നന്ദ ഇടപെടുന്നത് താൻ അംഗീകരിച്ചു തരുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യമെല്ലാം താൻ ആദ്യം തന്നെ അരുന്ധതിയോട് വ്യക്തമാക്കിയിരുന്നു. അരുന്ധതിയും ഇത് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് താൻ ഈ ഒരു കാര്യത്തിന് മുന്നിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ തന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് മുന്നിലേക്ക് നന്ദ വരികയാണ് എങ്കിൽ താൻ കൊടുത്ത വാക്കിൽ നിന്ന് പിന്മാറും എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തിരിക്കുകയാണ് പിങ്കി. ഇതോടെ ആകെ ഞെട്ടിപ്പോകുന്നു നന്ദ. ഗൗതമിനെ ഇതേ തുടർന്ന് ചെന്ന് കാണുന്ന നന്ദ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു. പിങ്കി കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയിരുന്നു എന്ന് തുറന്നു പറയുന്ന ഗൗതം മറ്റു വഴികളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് എല്ലാം കേട്ടുനിന്ന് അംഗീകരിക്കേണ്ട അവസ്ഥ വന്നത് എന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഇതോടെ മാനസികമായി നന്ദ തകർന്നു പോയിരിക്കുകയാണ്. പക്ഷേ പിങ്കിയാണ് എങ്കിൽ നന്ദയുടെ ദുരന്തകാലം ഇനിയാണ് തുടങ്ങാൻ പോകുന്നത് എന്ന് മനസ്സിൽ ഉറപ്പിക്കുന്നു. ഇനി വീട്ടിലുള്ള എല്ലാവരും ഞാൻ പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യുമെന്നും ഈ കുട്ടിക്ക് വേണ്ടി അവർ ഏതറ്റം വരെ പോകാനും തയ്യാറാകും എന്നുള്ള കാര്യവും ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് നീങ്ങുകയാണ് പിങ്കി. ഇതേ സമയം ഗൗതമാകട്ടെ പിങ്കിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുകയും തൻ്റെ കുഞ്ഞിനെ കാണണം എന്നുള്ള പേരുമായി പിങ്കിയുടെ അടുത്തേക്ക് ഇടയ്ക്കിടെ പോകുന്നതും നന്ദയെ അസ്വസ്ഥയാക്കുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.